ഹായ് ഹലോ ഗുഡ് നൈറ്റ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താ ഗുഡ് നൈറ്റ് എന്നല്ലേ, വേറൊന്നും അല്ല, ഒരു 10:30 തൊട്ടൊരു 12:30 വരെയുള്ളൊരു രാത്രി സമയത്തിൽ എൻ്റെ കുറച്ച് കലാപരിപാടികളാണ് നിങ്ങളീ കാണാൻ പോകുന്നത്. അതിന് മുന്നേ അല്ലുവിനെ ഉറക്കാൻ കിടത്തിയതാട്ടോ ഞാനവിടെ. നാളെ അവൾക്ക് പ്രോഗ്രാമുണ്ട്, അപ്പോൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഇന്ന് ഷോപ്പിങ്ങിന് പോയായിരുന്നു അവളുടെ നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. അപ്പം അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് ഓർത്തത് ഒരു വാൽക്കണ്ണാടി വേണം പ്രോപ്പർട്ടി. അപ്പം അത് കിട്ടിയില്ലായിരുന്നു. ഞാനൊരു വാൽക്കണ്ണാടി വാങ്ങാനായിട്ട് കടയിൽ പോയിട്ട് വന്നപ്പോൾ അവൾ കാണിച്ചു വച്ചിരിക്കുന്ന കോലാകാലങ്ങൾ അല്ലെങ്കിൽ അവളുടെ കലാപരിപാടികളാണ് ഈ അലങ്കോല പരിപാടികളൊക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ നാളെ രാവിലെ 9:30 അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ 9 o'clock അവിടെ ചെല്ലണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഈ ക്ലീനിങ് നടക്കത്തുമില്ല, മൊത്തത്തിൽ മെസ്ഡപ്പ്. അപ്പോൾ നാളത്തേക്കുള്ളതൊന്നും എടുത്ത് വെച്ചിട്ടുമില്ല. അല്ലുവിൻ്റെ സ്കൂളിൽ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുക. അപ്പോൾ അതിനകത്തൊരു സോളോ ഡാൻസ് അല്ലുവിനുണ്ട്. ശരി, നീ ഉറങ്ങ, നല്ല പ്രാക്ടീസൊക്കെ ചെയ്തതല്ലേ, ഉറങ്ങ്, രാവിലെ നേരത്തെ എണീക്കണം, ഒരു രക്ഷയില്ല. എന്നെ കാണുമ്പം കമ്മ നടക്കും, പിന്നെയും ഓരോന്നൊക്കെ ഒപ്പിക്കും. ഞാൻ ഇടയ്ക്ക് വഴക്കം പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിവിടെ ചെയ്ത്, പിന്നെ അത് മാത്രമല്ല, ക്ലേ വെച്ച് കളിച്ചിട്ടും ആ ക്ലേ ഫുള്ള് താഴെയുണ്ട്. ചവിട്ടുന്ന എല്ലാം ക്ലേ. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോക്കകത്ത് കാണാത്ത കേട്ടോ. അതുകൊണ്ട് ഇവിടെ ആ ടീപ്പോടെ താഴെ കാണാം, അത് ഫുള്ള് ക്ലേ ആണ്, മൊത്തം ചവിട്ടി തേച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പം ഇത് ക്ലീൻ ചെയ്യാതെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ഈ അലങ്കാര പണികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്തിട്ട് കിടന്ന് അത്രയും മനസ്സമാധാനത്തോടെ കിടക്കാം. അപ്പം ഈ രാവിലത്തെ ഉറക്കം സാക്രിഫൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ഞാൻ ചെയ്യും. ആ ബെഡ്ഷീറ്റിനകത്തൊരു കറുത്ത സ്പോട്ടുണ്ടോ, പെയിൻ്റ് അടിച്ചതല്ലുമ്മ പൂവിന്, വേറൊന്നുമല്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ രാവിലത്തെ ഉറക്കം നേരത്തെ എണീക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് കാര്യം വേണമെങ്കിലും ഞാൻ ചെയ്യും. എനിക്ക് രാവിലെ നേരത്തെ എണീക്കാൻ പറ്റത്തില്ല. എനിക്ക് സങ്കടം വരും രാവിലെ നേരത്തെയൊക്കെ എണീക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ. അപ്പോൾ അതിൻ്റെ പ്രയറായിട്ട് ഞാൻ എല്ലാം ചെയ്തു വെക്കൂട്ടോ. തലേന്ന് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും അതിന് വേണ്ടിയിട്ട്. അപ്പം ഇത് പുതിയ തിരുപ്പന, നിങ്ങൾ കണ്ടാൽ പറയുമോ? ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒരു വാൽക്കണ്ണാടി മേടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കാണിച്ചു വെച്ചേക്കുന്ന പരിപാടികളായത്. അപ്പോൾ നാളത്തേക്കുള്ള സാധനങ്ങളും എടുത്തു വെക്കണം. അപ്പോൾ വീണ്ടും നേരത്തെ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഈ ചെയ്യുന്നത് എൻ്റെ ഇഷ്ടങ്ങളാണ് കേട്ടോ. അല്ലാതെ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇൻസ്പയർ ആയിട്ട് നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലായില്ലേ? അപ്പം ടു ലിവ് ഇൻ എ ക്ലീൻ എൻവയൺമെൻറ്റ് അത് അത്യാവശ്യമാണ് അല്ലേ? അപ്പം വേണമെങ്കിൽ വൃത്തിയായിട്ടൊക്കെ ജീവിക്കണമെന്നുള്ളവരാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തൊക്കെ ജീവിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ അത്ര വലിയ ക്ലീൻ ആയിട്ട് എന്താ പറയുക, അത്രയും അങ്ങനെ OCD ഉള്ള ആളൊന്നുമല്ല. പക്ഷേ ഞാൻ ജീവിക്കുന്നത് OCD ഉള്ളൊരു മനുഷ്യൻ്റെ കൂടെയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം എന്നെ സംബന്ധിച്ച് ക്ലീൻ ചെയ്ത് വെക്കും, പക്ഷേ എനിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഇരിക്കണം എന്നൊന്നുമില്ല. പിന്നെ അറിയാമല്ലോ, ഒരു 5 വയസ്സ് 6 വയസ്സുള്ള ഒരാളുടെ കൂടെ ഒരാൾ നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരാളും കൂടെ ഉള്ള സമയത്ത് ഒരു വീട് എപ്പോഴും സ്പിക്ക് ആൻഡ് സ്പാനായിട്ടിരിക്കുന്നത് അൺഇമാജിനബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ദാറ്റ്സ് നോർമൽ. അത് ഭയങ്കര നോർമലായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ബിക്കോസ് വൺസ് ഇൻ എ വൈൽ, എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ വൺസ് ഇൻ എ വൈലാണ് വീട് വൃത്തിയായിട്ട് കിടക്കുന്നത്. അതായത് അല്ലു സ്കൂളിൽ പോകുമ്പോഴും അല്ലു ഉറങ്ങുമ്പോഴും. അല്ലാത്ത ഉള്ള സമയത്ത് എങ്ങനെ പോയാലും അല്ലുമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടുമ്പോൾ നടന്നാൽ മതി, അവളുടെ സാധനങ്ങളെല്ലാം നിരക്കും. അപ്പം പറഞ്ഞു വന്നപ്പം അല്ലുവിൻ്റെ നാളത്തേക്കുള്ള സാധനം ഞാനിനി എത്ര ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചാലും ഞാൻ എന്തെങ്കിലുമൊക്കെ മറക്കും. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. ഇന്നാണ് പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാനിതെല്ലാം ക്ലിയർ ആയിട്ട് എടുത്തു വെച്ചിട്ട് ഞാനിന്ന് എൻ്റെ ബാഗ് എടുക്കാതെ പോയത്. ഇതെടുത്ത് വെച്ച ബാഗല്ല, പേഴ്സില്ലേ, ക്യാഷുള്ള ബാഗ് എടുക്കാതെയാണ് ഞാനിന്ന് പോയത്. ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലെങ്കിൽ എത്ര ഞാൻ ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചാലും എന്തെങ്കിലുമൊക്കെ ഞാൻ മറക്കും. അത് മറന്നില്ലെങ്കിൽ ഞാനല്ലാതായി പോകും എന്നുള്ളൊരു അവസ്ഥ കേട്ടോ. ഇനി ഒരാഴ്ച മുമ്പേ റെഡിയാക്കി വെച്ചിരുന്നെങ്കിലും ഇറങ്ങാൻ സമയമാകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ മറന്നു പോകും. സാരമില്ല, അതിപ്പം എന്താ പറയുക, ഇപ്പം അതിൻ്റെ ഒരു ക്യാരക്ടറായി മാറിയിരിക്കുക കേട്ടോ. ഇപ്പം ഞാൻ എന്തെങ്കിലും എല്ലാം കൃത്യമായിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്നെ അത്ഭുതം, ഞാനിതെല്ലാം എടുത്ത് വെച്ചോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഞാൻ, മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ ഓർത്ത് കുറേ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു കേട്ടോ. ആദ്യം എല്ലാം എടുത്ത് വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും പിന്നെ അതും ഇതുമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഇതിനകത്ത് വെക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കണ്ട ആ ഡൈനിങ് ഹാളൊക്കെ മൊത്തത്തിൽ ഞാൻ ക്ലീൻ ചെയ്തില്ല. ഈ ഒരു ഹാളിൻ്റെ ഒരു 1/4 പോർഷൻ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ എക്സോസ്റ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അപ്പം തന്നെ മണി 12:30 ആയിരുന്നു. അപ്പം ഞാനും രാവിലെ
നേരത്തെ ഉറക്കം എഴുന്നേറ്റതില്ല. പിന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയാൽ മാത്രം മതി. പിന്നെ പോയി അവിടെ നിന്നേ ഉള്ളൂ. പിന്നെ ലഞ്ചിൻ്റെ കാര്യമൊന്നും അങ്ങോട്ട് തീരുമാനിച്ചില്ല. അങ്ങനെ അവിടം വരെ ഒതുക്കി ഒരുവിധം ഞാൻ എന്താ പറയുക, ഞാൻ മടുത്തായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് പേര് കേട്ടോ, വളരെ കുറച്ച് പേര് എന്നെ നേരിട്ടൊക്കെ കാണുമ്പോൾ ചോദിക്കും, വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല വീടൊക്കെ എന്ത് ക്ലീനായിട്ടാണ് വെച്ചിരിക്കുന്നത്, എങ്ങനെ പറ്റുന്നു? അവർക്കറിയില്ലല്ലോ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ട് എടുക്കുന്നതാണെന്ന്. മനസ്സിലായില്ലേ? നമ്മളായിട്ട് ആരോടും പറയാൻ നിൽക്കണ്ട, അത് നിങ്ങളോടായിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം അത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് കേട്ടോ. നിങ്ങളങ്ങനെ എൻ്റെ വീട്ടിൽ വരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ടേ വരാവുള്ളൂ. പറയാതിരിക്കില്ല എൻ്റെ വീട്ടിൽ കയറി വരരുത്. കാര്യം അങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കണ്ട അവസ്ഥയിലായിരിക്കും എൻ്റെ വീടിരിക്കുന്നത്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഞാൻ മടുത്തു കേട്ടോ. ബാക്കിയെല്ലാം ഇനി നാളെ. ഞാൻ സത്യമായിട്ടും മടുത്തു. അപ്പോൾ ബാക്കി പാർട്ട് 2 ആയിട്ട് നാളെ വരാം കേട്ടോ. ബൈ.